ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു വിന്താലുവിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിന്താലുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ബീഫൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ പീസസ് ആയിട്ട് വേണം കേട്ടോ ബീഫ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയുടെ തൊലി. അപ്പോൾ ഞാൻ മുരിങ്ങ മരത്തിൽ നിന്ന് തൊലിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തുള്ള സ്കിൻ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. മുരിങ്ങത്തൊലി, കടുക്, അണ്ടിപ്പരിപ്പ്, കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര. ഇത് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് 24 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. ഇതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. 24 മണിക്കൂർ നമ്മൾ കുതിർത്തെടുത്തിരിക്കുന്ന ഈ സ്പൈസസ് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. ടേസ്റ്റ് നോക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫൊക്കെ ഇപ്പം നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.